ഒരുപാട് വലിയ വലിയ ആരോപണങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, കാശ്മീർ എന്ന് പറയുന്ന നാട്ടിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ 10-27 പേരെ വെടിവെച്ചു കൊന്നത്. അള്ളാഹുവിന്റെ കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ. 10-27 പേരെ വെടിവെച്ചു കൊന്നു. ആ വെടിവെച്ചു കൊന്നവൻ ഈ തീവ്രവാദികൾ എന്ന് പറയുന്നവർക്ക് മതമൊന്നുമില്ല. അവൻ ഒരു മതവുമില്ല. അവൻ എന്ത് പേരിട്ടാലും അവർക്ക് മതമില്ലല്ലോ. അവർക്ക് മതത്തെക്കുറിച്ചുള്ള അറിവും ബോധവും ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ അവരെ പഠിക്കുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ 10-27 പേരെ വെടിവെച്ചു. ഞങ്ങളുടെ കേരളക്കാരനായ ഒരു സഹോദരൻ, രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകള് പറഞ്ഞ വാക്ക് എത്രയോ നമ്മൾ മനസ്സിലാക്കണം. ആ പ്രിയപ്പെട്ട സഹോദരി പറയുന്നു, എന്തോ 2 ചെറുപ്പക്കാര്, സമീറും അതുപോലെ മുസാഫിർ എന്ന് പറയുന്ന 2 കൂട്ടുകാർ. ആ സഹോദരി പറയുന്നു, എനിക്ക് കാശ്മീരിൽ പോയപ്പോൾ 2 കൂടപ്പുറപ്പുകളെ കിട്ടിയെന്ന് പറഞ്ഞ സഹോദരി. എന്നെ രക്ഷപ്പെടുത്തിയത് അവരാണ്. എനിക്ക് 2 കൂടപ്പുറപ്പുകളെ, 2 സഹോദരങ്ങളെ എനിക്ക് കാശ്മീരിൽ നിന്ന് കിട്ടിയെന്നും മരണപ്പെട്ടു പോയ കുട്ടിയുടെ മക്കളാണല്ലോ. അവരുടെ അച്ഛൻ മരണപ്പെട്ടു പോയി. മകളാ പറയുന്നത്. പള്ളിയുടെ മിനാരങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞു അപകടങ്ങൾ ഉണ്ടായതിനെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ ചാടി വീണ് ഷഹീദായി പോയതൊരു മുസ്ലിം ചെറുപ്പക്കാരനാണ്. ആ കാശ്മീരികളാണ് ഇവരെ രക്ഷപ്പെടുത്താൻ ഒരുപാട് കഷ്ടപ്പെടുകയും പരിശ്രമിക്കുകയും ചെയ്തത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. പക്ഷെ അതൊന്നും ഇവിടെ ആരും പരിഗണിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചാൾക്കാർ, എല്ലാവരുമില്ല, കുറച്ചാൾക്കാർക്ക് ഈ സമുദായത്തോട്, ഈ മതത്തിനോട് വല്ലാത്ത വെറുപ്പും വിദ്വേഷവും. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.